ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റം മോഡൽസ് ആണ്. ആദ്യം നമുക്കറിയാം, ഇപ്പം നമുക്ക് ആറ്റത്തിന്റെ ആ ഒരു സ്ട്രക്ചറും ഇലക്ട്രോൺസ് ന്യൂക്ലിയോൺസ് ഒക്കെ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ആദ്യ സമയത്ത് ഇതൊന്നും അറിവില്ലായിരുന്നു. അപ്പോൾ പല എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി ഓരോ സയന്റിസ്റ്റ് ഇത് കണ്ടുപിടിച്ചു. അതിനുശേഷം അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് അടുത്തയാളത് കൊണ്ടുവന്നു. അങ്ങനെയാണ് ആറ്റം മോഡൽസ് ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത് ജെ തോംസൺ ആണ്, വിച്ച് ഇസ് നോൺ ആസ് പ്ലം പുഡിംഗ് ഓർ റെയ്സിൻ പുഡിംഗ് ഓർ വാട്ടർമെലൺ മോഡൽ. പ്ലം പുഡിംഗ് പോലെ അല്ലെങ്കിൽ റെയ്സിൻ പുഡിംഗ് പോലെ അല്ലെങ്കിൽ വാട്ടർമെലൺ പോലെയാണ് ആറ്റം എന്നായിരുന്നു ജെ തോംസൺ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ ഇതായിരുന്നു ഏകദേശം ഒരു ഷേപ്പ്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജുകളുണ്ട്. So according to this model, an atom has a spherical shape in which positive charge is uniformly distributed. Electrons are distributed in it just like seeds are distributed in a watermelon or plums are distributed in a pudding. ഒരു തണ്ണിമത്തനില് അതിന്റെ സീഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പോലെയാണ് ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺസ് ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആറ്റത്തിന് സ്പെറിക്കൽ ഷേപ്പാണുള്ളത്. പോസിറ്റീവ്ലി ചാർജ് മൊത്തത്തിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. നെഗറ്റീവ് ചാർജുകൾ ഈ പുഡിങ്ങിൽ പ്ലം ഉള്ളതുപോലെ അല്ലെങ്കിൽ തണ്ണിമത്തനിൽ സീഡ് ഉള്ളതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. മാസ് ഓഫ് ആറ്റം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി ആറ്റം. ഒരു ആറ്റത്തിന്റെ മാസ് ആ ആറ്റത്തിൽ യൂണിഫോംലി മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഇൻ ആൻ ആറ്റം ഈസ് ഈക്വൽ ടു ടോട്ടൽ നെഗറ്റീവ് ചാർജ് ആൻഡ് ഹെൻസ് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പോൾ പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെ എണ്ണം സെയിം ആയതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവും കൂടി ആറ്റം ന്യൂട്രൽ ആവും. അങ്ങനെയാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. This model was able to explain electrical neutrality of atom, but it failed to explain experimental observations made by Rutherford and others. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പൊ എന്തുകൊണ്ട് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുന്നു എന്ന കാര്യം വിശദീകരിക്കാൻ ജെ തോംസന് കഴിഞ്ഞു. പക്ഷേ പിന്നീട് റുദർഫോർഡ് കുറച്ച് എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ ഒക്കെ കൊണ്ടുവന്നപ്പോൾ അതിനെ വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ജെ തോംസന്റെ മോഡല് പരാജയപ്പെട്ടു. അപ്പോൾ ജെ തോംസന്റെ മോഡലിലുള്ള പോസ്റ്റ് ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ. ന്യൂട്രാലിറ്റി, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയെ കുറിച്ച് പറയാൻ പറ്റി, പക്ഷേ റുദർഫോർഡ് കൊണ്ടുവന്ന എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ ഇതുമായിട്ട് യോജിക്കുന്നതായിരുന്നില്ല. ദെൻ അടുത്ത് വന്നാണ് റുദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് കൊണ്ടുവന്നത്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വഴിയാണ് അദ്ദേഹം ഇത് പ്രപ്പോസ് ചെയ്തത്. He bombarded a very thin gold foil with alpha particles. ഗോൾഡ് ഫോയിൽ എടുത്തിട്ട് ആൽഫ പാർട്ടിക്കിൾസ് വെച്ച് ബൊമ്പാർഡ് ചെയ്തു. ഇപ്പൊ ഇതാണ് ആൽഫ പാർട്ടിക്കിൾസിന്റെ സോഴ്സ്. അത് ഗോൾഡ് ഫോയിലിൽ കൊണ്ടുവന്ന് തട്ടി അതിനുശേഷം ഫോസ്ഫറസ് ഫ്ലോറസൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് എക്സ്പെരിമെന്റ് വഴി ബാക്കി ഒബ്സർവേഷൻ നടത്തി. അപ്പൊ എങ്ങനെയായിരുന്നു എക്സ്പെരിമെന്റ്? സ്റ്റീം ഓഫ് ഹൈ എനർജി ആൽഫ പാർട്ടിക്കിൾസ് ഫ്രം എ റേഡിയോ ആക്റ്റീവ് സോഴ്സ് വാസ് directed at a thin gold foil. Thin gold foil had a circular fluorescent zinc sulfide screen around it. Whenever alpha particles struck the screen, tiny flash of light was produced at that point. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഉപയോഗിച്ച് ആൽഫ പാർട്ടിക്കിൾസിനെ അതിൽ നിന്ന് എമിറ്റ് ചെയ്തു. ഇവ ഗോൾഡ് ഫോയിലിൽ കൂടി വന്ന് തട്ടി. അതിനുശേഷം ഗോൾഡ് ഫോയിൽ കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? ഫ്ലൂറസെന്റ് സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ഉണ്ട്. അപ്പൊ ഈ ആൽഫ പാർട്ടിക്കിള് ഈ ഗോൾഡ് ഫോയിൽ കഴിഞ്ഞ് കടന്നു പോകുന്ന സ്ഥലത്ത് നമ്മുടെ ഈ ഫ്ലൂറസെന്റ് സ്ക്രീനിൽ തട്ടും. അവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാവും. ആൽഫ പാർട്ടിക്കിൾസ് തട്ടുമ്പോഴെല്ലാം ഈ ഒരു ഫ്ലൂറസെന്റ് സ്ക്രീനിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിൽ കഴിഞ്ഞ് പോകുന്നുണ്ടോ, എന്താ സംഭവം എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? അപ്പൊ അതിൽ നിന്ന് റുദർഫോർഡിന്റെ ഒബ്സർവേഷൻസ് ഇതൊക്കെയാണ്. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. അപ്പോൾ ഗോൾഡ് ഫോയിലിൽ കൂടി ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തി വിട്ടെങ്കിലും അത് എല്ലാം തന്നെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാതെ ആൽഫ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ഗോൾഡ് ഫോയിൽ കടന്ന് പോയി. അതിനർത്ഥം എന്താണ്? മോസ്റ്റ് സ്പേസ് ഇൻ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ തട്ടി തിരിച്ചു പോയേനെ. അപ്പോൾ കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസും എന്ത് ചെയ്തു? ഗോൾഡ് ഫോയിലിൽ തട്ടിയിട്ട് നേരെ തന്നെ പോവുക ചെയ്ത്. അതിനർത്ഥം മോസ്റ്റ് സ്പേസ് ഇൻ ആറ്റം ഈസ് എംപ്റ്റി. അടുത്ത ഒബ്സർവേഷൻ, സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വാസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് തിരിച്ച് ഡിഫ്ലക്ട് ചെയ്തു പോയി. അപ്പൊ അതിനർത്ഥം എന്താണ്? പോസിറ്റീവ് ചാർജ് ഓഫ് ആറ്റം കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ വോളിയം അറ്റ് ദി സെന്റർ കോൾഡ് ന്യൂക്ലിയസ്. അപ്പോൾ എവിടെയോ തട്ടിയിട്ട് കുറച്ച് ഭാഗം തിരിച്ചും പോയിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഗോൾഡ് ഫോയിൽ തട്ടി കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് തിരിച്ചുപോയി, വളരെ കുറച്ച്. അതിനർത്ഥം എന്താണ്? ആറ്റത്തിൽ ഏതോ കുറച്ച് ഭാഗത്ത് തട്ടുമ്പോൾ മാത്രം ആൽഫ പാർട്ടിക്കിൾസ് തിരിച്ചു പോകുന്നുണ്ട്. അതായത് ആറ്റത്തിൽ കുറച്ച് ഭാഗത്ത് എന്തോ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അവിടെ തട്ടിയിട്ടാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് തിരിച്ചു പോയത്. ദെൻ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക്. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് മാത്രം ബൗൺസ് ബാക്ക് ചെയ്ത് പോയി. അപ്പൊ അതിന് റിസൾട്ട് എന്താണ്? വോളിയം ഒക്യുപ്പൈഡ് ബൈ ന്യൂക്ലിയസ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ ആസ് കമ്പയർഡ് ടു ടോട്ടൽ വോളിയം ഓഫ് ആറ്റം. അപ്പോൾ
ആറ്റത്തിന്റെ ടോട്ടൽ വോളിയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വോളിയം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ ആറ്റം വലുതാണെങ്കിൽ ആറ്റത്തിലെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ഭാഗത്തേ ഉള്ളൂ. അപ്പൊ ഈ ന്യൂക്ലിയസ് ആറ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ 3 റിസൾട്ടുകളാണ് റുദർഫോർഡ് കണ്ടുപിടിച്ചത്. അപ്പൊ ഈ ഒബ്സർവേഷൻ റിസൾട്ട് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റുദർഫോർഡിന്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന് ശേഷമുള്ള ഒബ്സർവേഷനും റിസൾട്ടും. അപ്പൊ എന്താണ് ആദ്യത്തെ ഒബ്സർവേഷൻ? ആൽഫ പാർട്ടിക്കിൾസ് കൂടുതലും ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ ഗോൾഡ് ഫോയിലിൽ കൂടി കടന്നുപോയി. അതിനർത്ഥം എന്താണ്? ആറ്റത്തിന്റെ കൂടുതൽ ഭാഗം എംറ്റി ആണ്. അടുത്തത് സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വാസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്. അതിനർത്ഥം എന്താണ്? ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ഒരു ചെറിയ വോളിയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെന്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ന്യൂക്ലിയസ് എന്ന് പേരും കൊടുത്തു. പിന്നെ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക്. വോളിയം ഓക്യുപ്പൈഡ് ബൈ ന്യൂക്ലിയസ് ഇസ് നെഗ്ലിജിബിളി സ്മോൾ ആസ് കമ്പയർഡ് ടു ടോട്ടൽ വോളിയം ഓഫ് ആറ്റം. ഈ 3 ഒബ്സർവേഷൻസും റിസൾട്ടും ഓർത്തിരിക്കുക. എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്തതെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ഒബ്സർവേഷൻസിന്റെ ഒക്കെ ബേസിസിൽ റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്നത് ന്യൂക്ലിയസ് ഈ ആറ്റത്തിന്റെ സെന്ററിലാണ് ഇരിക്കുന്നത്. ദെൻ ഇലക്ട്രോൺസ് അതിന് ചുറ്റും കറങ്ങുകയാണ്, അല്ലെങ്കിൽ അവയ്ക്ക് ചുറ്റുമാണുള്ളത് എന്ന രീതിയിലാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവന്നത്. അതായത് സൂര്യന്റെ ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്ന പോലെ തന്നെ സർക്കുലർ പാത്തുകളിൽ നമ്മുടെ ഇലക്ട്രോൺ കറങ്ങുന്നു. സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. പോസിറ്റീവ് ചാർജ്. അപ്പൊ എന്തൊക്കെയായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്? പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് മാസ് ഓഫ് ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ആൻ എക്സ്ട്രീംലി സ്മോൾ റീജിയൻ കോൾഡ് ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് റൗണ്ട് ന്യൂക്ലിയസ് വിത്ത് വെരി ഹൈ സ്പീഡ് ഇൻ സർക്കുലർ പാത്സ് കോൾഡ്. ഓർബിറ്റുകളിലാണ്, ഈ ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ ഈ ന്യൂക്ലിയസിനെയും ഇലക്ട്രോണിനെയും അടുപ്പിച്ച് നിർത്തുന്ന ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇനി റുദർഫോർഡ് അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു. പക്ഷെ റുദർഫോർഡിന്റെ ആറ്റം മോഡലിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. സ്റ്റെബിലിറ്റി ഓഫ് ആറ്റത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റവും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ റുദർഫോർഡിന്റെ ആറ്റം മോഡൽ അനുസരിച്ച് ഇലക്ട്രോൺസ് ഇങ്ങനെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഒരു ഓർബിറ്റിൽ അല്ലെങ്കിൽ ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവയുടെ ചാർജ് നഷ്ടപ്പെട്ട് അവ ന്യൂക്ലിയസിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. സാധാരണ അങ്ങനെ സംഭവിക്കും ഈ ഒരു മോഡൽ അനുസരിച്ച്. പക്ഷേ ആറ്റത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആറ്റം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നില്ലല്ലോ. ആറ്റം സ്റ്റേബിൾ ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിന് ചുറ്റും ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കുറച്ച് കഴിയുമ്പോൾ അവ ചാർജ് നഷ്ടപ്പെട്ട് ന്യൂക്ലിയസിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ മോഡല് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അടുത്തത് ആറ്റത്തിന്റെ ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും റുദർഫോർഡിന്റെ ആറ്റം മോഡലിന് പറ്റിയില്ല. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: റുദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ്, ഒബ്സർവേഷനും അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടുകളും, അതുപോലെ തന്നെ അതിന്റെ പോസ്റ്റുലേറ്റ്സ്, ദെൻ ലിമിറ്റേഷൻസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് റുദർഫോർഡിന്റെ ആറ്റം മോഡൽ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇലക്ട്രോണിന്റെ വേവ് നേച്ചറും ഇലക്ട്രോണിന്റെ ഡ്യുവൽ നേച്ചറിനെ കുറിച്ചൊക്കെ സയന്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്തു. അത് കഴിഞ്ഞാണ് നമ്മുടെ ബോർസ് ആറ്റം മോഡൽ വന്നത്. ഇലക്ട്രോണിന് പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉണ്ട് എന്നൊക്കെ ഒരു സയന്റിസ്റ്റുകളൊക്കെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബോറിന്റെ ആറ്റം മോഡൽ വരുന്നത്. ഇലക്ട്രോൺ ഓർബിറ്റ് ദ ന്യൂക്ലിയസ് ഇൻ എ ഫിക്സ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ്: ഇലക്ട്രോൺസ് ഓർബിറ്റ് ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് പാത്ത്. ഇലക്ട്രോൺസ് മൂവ് അറൌണ്ട് ന്യൂക്ലിയസ് ഇൻ സർക്കുലർ ഓർബിറ്റ്സ് ഓൾസോ നോൺ ആസ് ഷെൽസ് ഓർ എനർജി ലെവൽസ്. റുദർഫോർഡ് പറഞ്ഞ പോലെ തന്നെയായിരുന്നു. ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഫിക്സഡ് എനർജി. എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ ഗിവൺ ഓർബിറ്റ് ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളുണ്ട്. ഈ ഓർബിറ്റുകൾ പല ഓർബിറ്റുകളുണ്ട്. ഓരോ ഓർബിറ്റുകളിലും എനർജി ഓഫ് ഇലക്ട്രോൺ അനുസരിച്ച് ഇലക്ട്രോൺസ് ഓരോ ഓർബിറ്റുകളിലായിട്ട്, ഇതെല്ലാം കറക്റ്റ് സർക്കിൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഓർബിറ്റുകളിലും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഓർബിറ്റിന് എങ്ങനെയാണ്? ഓർബിറ്റിന് ഫിക്സഡ് ആയിട്ടുള്ള എനർജി ഉണ്ട്. ന്യൂക്ലിയസിന്റെ അടുത്തുള്ള ഓർബിറ്റിന് എനർജി കുറവായിരിക്കും. ന്യൂക്ലിയസിൽ നിന്ന് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എനർജി ഓഫ് ഓർബിറ്റ് കൂടി വരും. അപ്പോൾ ആ ഇലക്ട്രോൺസിനും അതേപോലെ തന്നെ എനർജി ഉണ്ട്. ഇലക്ട്രോൺസ് മൂവ് ബിറ്റ്വീൻ ഓർബിറ്റ്സ് ബൈ അബ്സോർബിംഗ് ഓർ റിലീസിംഗ് എനർജി. ഇലക്ട്രോൺസ് മൂവ് ഫ്രം ലോവർ ടു ഹയർ എനർജി ലെവൽ ബൈ അബ്സോർബിംഗ് എനർജി ആൻഡ് ഫ്രം ഹയർ ടു ലോവർ എനർജി ലെവൽ ബൈ റിലീസിംഗ് എനർജി. അപ്പോൾ ഈ ന്യൂക്ലിയസിന് അടുത്തിരിക്കുന്ന ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന് ഹയർ ഓർബിറ്റുകളിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? എനർജി അബ്സോർബ് ചെയ്തിട്ട് വേണം ഓർബിറ്റുകളിലേക്ക് പോകാൻ. അതുപോലെ തന്നെ ഹയർ എനർജി ഉള്ള ഓർബിറ്റുകൾക്ക് ലോവർ എനർജി ഓർബിറ്റുകളിലേക്ക് വരണമെങ്കിലും എനർജി റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ പറ്റുള്ളൂ. ലോവസ്റ്റ് എനർജി ലെവൽ ഈസ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് ലോവസ്റ്റ് എനർജി ലെവൽ ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഇലക്ട്രോൺസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് എനർജി. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇലക്ട്രോൺസ് ലോവസ്റ്റ് എനർജി ഓർബിറ്റലിലാണ് നിൽക്കുന്നത്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും എനർജി കുറഞ്ഞ സ്റ്റേറ്റ് ആണ്. എനർജി കിട്ടിക്കഴിയുമ്പോൾ ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവലിലേക്ക്
മൂവ് ചെയ്യും എനർജി അബ്സോർബ് ചെയ്തിട്ട്. ഇലക്ട്രോൺസ് എമിറ്റ് ഫോട്ടോൺസ് വെൻ ദേ ട്രാൻസിഷൻ ടു ലോവർ എനർജി ലെവൽ. ഇനി ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്ത് ഹയർ എനർജി ലെവലിലേക്ക് പോയി. ഇനി കുറച്ച് കഴിയുമ്പോൾ അവർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും ലോവർ സ്റ്റേറ്റ് ആണ് അവർക്ക് ഏറ്റവും എനർജി കുറഞ്ഞ സ്റ്റേറ്റ് ആണ് അവർക്ക് ഏറ്റവും സ്റ്റേബിൾ. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് തന്നെ തിരിച്ചു പോരും. അപ്പൊ എന്ത് ചെയ്യും, ഫോട്ടോൺസ് അല്ലെങ്കിൽ എനർജി എമിറ്റ് ചെയ്തിട്ടാണ് ഇവ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് വരുന്നത്. സോ ഇറ്റ് എമിറ്റ്സ് എ ഫോട്ടോൺ വിത്ത് എനർജി ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ടു ലെവൽസ്. ഒന്നാമത്തെ ലെവലിൽ നിന്ന് മൂന്നാമത്തെ ലെവലിലേക്ക് പോകാൻ എത്ര എനർജി വേണോ അത്രയും എനർജി തന്നെ എമിറ്റ് ചെയ്തിട്ടാണ് മൂന്നാമത്തെ ലെവലിൽ നിന്ന് ഒന്നാമത്തെ ലെവലിലേക്ക് ഇലക്ട്രോൺ വരുന്നത്. അതായത് 1 to 3 അബ്സോർപ്ഷൻ, എത്ര ആ ഒരു മൂവ്മെന്റിന് വേണ്ടി എത്ര എനർജി അബ്സോർബ് ചെയ്തോ അത്ര എനർജി തന്നെ റിലീസ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺസ് ലോവർ എനർജി ലെവലിലേക്ക് വരുന്നത്. ഇനി ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് വെൻ ട്രാൻസിഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. ഫ്രീക്വൻസി എങ്ങനെ ആയിരിക്കും നമുക്കറിയാം, E is equal to h nu, അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. എനർജി E is equal to h nu. ഇതില് ന്യൂ ആണ് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ, ഈ എനർജി h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പൊ ന്യൂ എന്തായിരിക്കും, ന്യൂ is equal to E/h ആയിരിക്കും നമുക്കറിയാം, അല്ലെങ്കിൽ E2 - E1 ഡിവൈഡഡ് ബൈ h. ഈ E2 - E1 എന്ന് പറയുന്നത് രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. E1 and E2 ആർ എനർജീസ് ഓഫ് ലോവർ ആൻഡ് ഹയർ എനർജി ലെവൽസ് റെസ്പെക്റ്റീവ്ലി. ദിസ് എക്സ്പ്രഷൻ ഈസ് കോമൺലി നോൺ ആസ് ബോർസ് ഫ്രീക്വൻസി റൂൾ. ഈ ഒരു എക്സ്പ്രഷനെ ബോറിന്റെ ഫ്രീക്വൻസി റൂൾ എന്ന് പറയാറുണ്ട്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഡെൽറ്റ E/h ഈസ് ഈക്വൽ ടു E2 - E1/h. ഇവിടെ E1 എന്ന് പറയുന്ന ലോവർ എനർജി ലെവല്, E2 എന്ന് പറയുന്ന ഹയർ എനർജി ലെവല്. E2വിൽ നിന്ന് E1ലേക്ക് ഇലക്ട്രോൺസ് വരുമ്പോൾ ആ ഒരു എനർജി ഡിഫറൻസ് എന്തായിരിക്കും, E2 - E1 ആയിരിക്കും, ഡിവൈഡഡ് ബൈ h ആണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ആംഗുലർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. അതായത് ഒരു ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കും. അതായത് n-ന് 1, 2, 3, 4 അങ്ങനെ വാല്യൂ കൊടുത്താൽ h/2π into 1, h/2π into 2, h/2π into 3 അങ്ങനെ ഓരോ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആംഗുലർ മൊമെന്റത്തിന്റെ വാല്യൂ. ഇത്രയും കാര്യങ്ങളാണ് ബോർ ആറ്റം മോഡലിൽ പറഞ്ഞത്. അപ്പൊ ബോർ ആറ്റം മോഡൽ അനുസരിച്ച് എന്താ, റുദർഫോർഡുമായിട്ട് വ്യത്യാസം ഉണ്ടായിരുന്ന ഏതാണ്, സർക്കുലർ പാത്തുകളിലാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. ഈ സർക്കുലർ പാത്തിന് ഒരു ഫിക്സഡ് എനർജി ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺസ് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് പോകുന്നത് എനർജി അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്താണ്. ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് വരുന്നത് എനർജി എമിറ്റ് ചെയ്താണ്. അപ്പൊ ഇത്തരത്തിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ഓർബിറ്റ് ഒരു ഫിക്സഡ് എനർജി ഉണ്ട്. ഈ ഫിക്സഡ് എനർജി ഓർബിറ്റുകളിലാണ് നമ്മുടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇലക്ട്രോൺസിന് എന്താണ് ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴാനുള്ള സാധ്യതയില്ല. അങ്ങനെ റുദർഫോർഡിന്റെ ആറ്റം മോഡലിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ ബോർ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു. എന്നാലും ബോർ ആറ്റം മോഡലിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഓർത്തിരിക്കുക, ബോർ ആറ്റം മോഡൽ കുഡ് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ആൻഡ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് അയോൺസ്, ബട്ട് ഇറ്റ് ഹാസ് ദി ഫോളോയിങ് ലിമിറ്റേഷൻ. അപ്പോൾ ഹൈഡ്രജന്റെ അല്ലെ ഹൈഡ്രജൻ പോലത്തെ 1 ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ ഒക്കെ ലൈൻ സ്പെക്ട്രം ഒക്കെ ബോർ ആറ്റം മോഡലിൽ ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് ഈ ഒരു ബോർ ആറ്റം മോഡൽ വെച്ചിട്ടായിരുന്നു. പക്ഷെ ഹൈഡ്രജൻ അല്ലാതെ ബാക്കിയുള്ള ആറ്റത്തിന്റെ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ദെൻ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ സ്റ്റാർക്ക് എഫക്ട് എന്ന് പറയുന്നു. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിലും സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് സീമൻ എഫക്ട്. അതുപോലുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. മോളിക്യൂൾസ് കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ ഇതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. മാറ്ററിന്റെ വേവ് ക്യാരക്ടർ കൺസിഡർ ചെയ്തില്ല. ഹേസൻബർഗിന്റെ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബോർ ആറ്റം മോഡലിന്റെ ഡ്രോബാക്സ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ആറ്റം മോഡൽസ് ആണ്. ആദ്യം ആറ്റം മോഡൽ കൊണ്ടുവന്നത് തോംസൺ ആണ്, ജെ ജെ തോംസൺ പറഞ്ഞത് ഒരു വാട്ടർമെലണിൽ കുരു ഇരിക്കുന്ന പോലെയാണ് ഇലക്ട്രോൺസ്, പോസിറ്റീവ് ചാർജ് വാട്ടർമെലണിൽ മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പോലെ. അപ്പൊ ഈ രീതിയിലാണ് ആറ്റത്തിന്റെ മോഡൽ എന്നാണ് ജെ ജെ തോംസൺ പറഞ്ഞത്. ജെ ജെ തോംസൺ പറഞ്ഞതിൽ എന്തായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, ആറ്റത്തിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയെ കുറിച്ച് പറഞ്ഞു, പക്ഷേ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം വന്നതാണ് റുദർഫോർഡിന്റെ ആറ്റം മോഡൽ. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വഴി അദ്ദേഹം കുറച്ച് ഒബ്സർവേഷനും റിസൾട്ടും ഒക്കെ കൊണ്ടുവന്നു. അതിലെല്ലാം തന്നെ കറക്റ്റും ആയിരുന്നു. ഈ ഒബ്സർവേഷൻ റിസൾട്ട് ഒക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സർക്കുലർ പാത്തുകൾ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു, ന്യൂക്ലിയസ് ആണ് സെന്ററിലുള്ളത്, ഇത്തരം കാര്യങ്ങൾ ഇത്രയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷേ ഈ
ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യാനും റുദർഫോർഡിന് പറ്റിയില്ല. അതിനുശേഷം വന്നാണ് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡൽ അനുസരിച്ച് ഈ ഓർബിറ്റുകൾക്ക് ഒരു ഫിക്സഡ് എനർജി ഉണ്ട്. ഇലക്ട്രോൺസ് എപ്പോഴും ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് പോകാൻ എനർജി അബ്സോർബ് ചെയ്യുന്നു. ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് വരണമെങ്കിൽ എനർജി എമിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോറാണ് പറഞ്ഞു വെച്ചത്. പക്ഷെ ബോർ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബാക്കി ആറ്റത്തിന്റെ സ്പെക്ട്രത്തെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും പ്രസൻസിൽ ഈ സ്പെക്ട്രത്തിനുണ്ടാവുന്ന സ്പ്ലിറ്റിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ബോറിന്റെ ആറ്റം മോഡലിനും പറ്റിയില്ല. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 ആറ്റം മോഡൽസ്. ഇതിന്റെ പോസ്റ്റുലേറ്റ്സും ഡ്രോബാക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ.